എക്സ്റ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് കാലഘട്ടത്തിനനുസരിച്ച് പോവുക എന്നുള്ളതല്ല, അത് എന്നും നിലനിൽക്കണം. ഇപ്പം നമ്മളൊരു മോഡൽ വരികയാണെങ്കിലും അത് എല്ലാ കാലത്തും ആ മോഡൽ ഔട്ടാവരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ആ മോഡലിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് പിക്ചറുകൾ, ഒരുപാട് വീടുകൾ, അതൊക്കെ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട 1-2 ഇമേജുകൾ ഞാൻ നിങ്ങളിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വീടിൻ്റെ ചിത്രത്തിലേക്ക് നിങ്ങൾ അതിനെ ഡിസൈൻ ചെയ്ത് തരുന്നത്. അപ്പം അതിൻ്റെ ആ പില്ലറുകളായാലും പില്ലറിൽ കൊടുത്ത ബൾബുകൾ, എല്ലാ മോഡലുകളും, ഡെക്കോർ ലൈറ്റുകൾ, കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ എങ്ങനെ നമ്മുടെ ഓൾ ഓവർ ഡിസൈനിനെ കുറിച്ചും വർക്കിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് വരുന്നത്? ഡിസൈനിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡിസൈന് എന്നെ സംബന്ധിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാണ്. ഞാനിത് എൻ്റെ മനസ്സിലുള്ളൊരു ഡിസൈൻ ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് ശരിക്കും പകർത്തുന്നത്. നിങ്ങൾ അതാണ് ഡിസൈൻ ചെയ്ത് എനിക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വർക്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. വർക്കിൽ എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ വർക്കിന് അപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആളുകളെ വിളിച്ചാൽ കിട്ടാത്ത അങ്ങനത്തെ പല ജാതി പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ നിങ്ങൾ എത്ര വ്യത്യസ്തമാണ്. എന്തെങ്കിലും മൈന്യൂട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ആ സമയത്ത് തന്നെ എല്ലാത്തിനും നിങ്ങൾ ഓക്കെയാണ്. അതാണ് എനിക്കിതിൽ മെയിൻ ഇത് വേണ്ടത്. നമ്മളിപ്പോൾ ഏത് വർക്ക് എടുക്കുമ്പോൾ പിന്നെ മെറ്റീരിയൽ നമ്മൾ മാക്സിമം നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഡിസൈനുകൾ, അതുപോലെ തന്നെ എനിക്ക് വിനീറിലാവണം എന്നുള്ള നിർബന്ധമായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടാണല്ലോ ചെയ്തത്. സാധാരണ നോർമൽ ആയിട്ടുള്ള മാറിയിട്ടൊരു മജ്ലിസ് പോലെ. ഇത് പിന്നെ ഒന്നാമത് ഞാൻ അറബ് നാട്ടിലാണ്, കുവൈത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പൊതുവെ ഈ അറബികൾ ഒരുപാട് കാഴ്ചപ്പാടുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഈ മജ്ലിസ് എന്നുള്ള ഇതിലേക്ക് തന്നെ എത്തിച്ചേരാണ്ടായത്. ഇതിൻ്റെ ഈ കർട്ടൺ ഡിസൈൻ ആയാലും ഇതൊക്കെ ഞാൻ വിദേശത്ത് നിന്ന് തന്നെ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ കിച്ചണ് എൻ്റെ ഭാര്യയുമായിട്ടാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഇത് ചെയ്തത്. അപ്പോൾ അവളോരോ മോഡലും അവൾക്കൊരു സംശയം ഇതന്നെ ഉണ്ടായിരുന്നു, സ്റ്റോറേജ് ഉണ്ടാവുമോ എന്നുള്ളത്. ഇപ്പോൾ സ്റ്റോറേജ് ഓവറായോ എന്നുള്ള സംശയം വരെ എനിക്കുണ്ടായി. ഇതിൽ എനിക്കുണ്ടായിരുന്നൊരു നിർബന്ധം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലെ ഒരുവിധം നമുക്ക് മാക്സിമം കഴിയുന്ന സ്ഥലങ്ങളൊക്കെ യൂസിങ് ആകുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വേസ്റ്റ് ആവാതിരിക്കുക. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ ബോക്സ് ഡിസൈൻ ചെയ്ത് ചെയ്യുകയും അതിനപ്പുറത്ത് പിന്നെ വുളു ചെയ്യാനുള്ളൊരു സൗകര്യം അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇൻവേർട്ടർ മറ്റുള്ളത് വെക്കാൻ എല്ലാ രീതിയിലും ആ ഒരു ഭാഗത്ത് യൂസ് ചെയ്ത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് മറ്റേ വാഷിംഗ് ഏരിയ എല്ലാം കൂടിയായിട്ട് അതിന് ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് എനിക്കിത് ഈ സക്സസ് ആക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ അടുത്ത് എത്തിപ്പെടുന്നതും? ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ഞാൻ ആദ്യം ഈ വീട് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ വേറൊരു എഞ്ചിനീയറുമായിട്ട് ഡിസൈൻ ചെയ്തിന്. അങ്ങനെ അവരുമായിട്ട് ഡിസൈൻ ചെയ്ത് വീടിൻ്റെ പാതക ലെവൽ അവിടെ എത്തിയപ്പോൾ തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ എനിക്ക് തോന്നി. അങ്ങനെ എഞ്ചിനീയർമാരി സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ ഇദ്ദേഹവുമായി ചേർന്ന് പോകുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ സമീപിക്കണം, അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളുടെ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നീട് എൻ്റെ ആഗ്രഹപ്രകാരമുള്ള പ്ലാനുകൾ ഞാൻ നിങ്ങളിലേക്ക് തരും. എൻ്റെ ഒരു ആഗ്രഹം ഇതുണ്ടായിരുന്നു, അതായത് എൻ്റെ വീട് എങ്ങനെ ആയിരിക്കണം, പിന്നെ മാക്സിമം സ്പേസുകൾ ഉപയോഗത്തിലാണെന്നുള്ളത്. ഇപ്പോൾ ഈ വീടെടുത്തതിന് ശേഷം തന്നെ പല ആളുകൾ വന്നിട്ട് ഒരുപാട് ആളുകൾക്ക് നല്ലൊരു അഭിപ്രായമുണ്ട്.
അപ്പം നിങ്ങളിലേക്ക് എനിക്കത് എത്തിച്ചേരാനും നിങ്ങൾക്ക് ഇതിലേക്ക് വരാനും ഞാനിത് എൻ്റെ ഈ വർക്കിൽ എനിക്ക് ഒക്കെ ആവാനും ഒക്കെ കാരണം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയതിലാണ് ഒക്കെ സക്സസ്ഫുൾ ആയത്.